ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾക്ക് റീച്ച് കുറവാണെങ്കിൽ നിങ്ങൾക്ക് നോൺ ഫോളോവേഴ്സിന് കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് റീച്ച് കൂട്ടാൻ പറ്റിയ ഒരു ഓപ്ഷനാണ് ട്രയൽ റീൽസ്. അപ്പോൾ ട്രയൽ റീൽസ് നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോൾ ട്രയൽ റീൽസിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രയൽ റീൽസ് നമ്മുടെ നോൺ ഫോളോവേഴ്സ് ആയിരിക്കും കാണുന്നത്, നമ്മുടെ ഫോളോവേഴ്സ് ആയിരിക്കില്ല കാണുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ഫോളോവേഴ്സിലേക്ക് ഈ റീൽ 24 മണിക്കൂറിന് ശേഷം വേണമെങ്കിൽ നമുക്ക് ഷെയർ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്കിപ്പോൾ നമ്മുടെ കണ്ടന്റിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമുക്ക് അത് വ്യൂസ് കയറില്ല എന്നൊക്കെ അറിയണമെങ്കിൽ നമുക്ക് നോൺ ഫോളോവേഴ്സിൻ്റെ ടേസ്റ്റ് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ സാധനം അപ്ലോഡ് ചെയ്യാവുന്നതാണ്. എന്നിട്ട് അത് നല്ല രീതിയിൽ റീച്ച് ആവുകയാണെങ്കിൽ നമുക്ക് ഒരു 5-6 മണിക്കൂറിന് ശേഷം തന്നെ നമുക്കത് നമ്മുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യാവുന്നതാണ്. ഇത് നമ്മുടെ മെയിനായിട്ട് ഗുണം പറഞ്ഞാൽ നമ്മുടെ ഫോളോവേഴ്സ് ഒരിക്കലും ഈ ട്രയൽ റീൽസ് കാണില്ല, മാത്രമല്ല നമ്മുടെ അക്കൗണ്ടിൽ ഈ റീൽ കിടക്കുകയും ചെയ്യില്ല. നമ്മളായിട്ട് ഷെയർ ചെയ്യുമ്പോൾ മാത്രമേ ഈ റീൽ നമ്മുടെ ഫീഡിൽ വന്ന് കിടക്കുള്ളൂ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ട്രയൽ റീൽ അപ്ലോഡ് ചെയ്യുന്നത് നോക്കാം. എല്ലാം പതിവ് പോലെ തന്നെയാണ്. നമ്മൾ ഈ മുകളിലുള്ള ഇതിൽ ക്ലിക്ക് ചെയ്യുന്നു, നമുക്ക് ഈ ഒരു റീൽ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഇത് റീൽ അപ്ലോഡ് ചെയ്യുമ്പോൾ ഇവിടെ ട്രയൽ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. ഈ ഓപ്ഷൻ നമ്മൾ ഓൺ ആക്കുകയാണെങ്കിൽ ഇതിൽ കാണിക്കുന്നുണ്ടാവും യുവർ റീൽ വിൽ ബി ഓൺലി ഷോട്ട് ടു നോൺ ഫോളോവേഴ്സ് അറ്റ് ഫസ്റ്റ്. മാത്രമല്ല നിങ്ങൾ പ്രൊഫൈലിൽ അപ്പിയർ ചെയ്യില്ല. അത് നല്ല രീതിയിൽ പെർഫോം ചെയ്യുകയാണെങ്കിൽ നമുക്കത് ഓട്ടോമാറ്റിക്കലി ഷെയർ ടു എവരിവൺ എന്നൊരു ഓപ്ഷനിലേക്ക് കാണാം എന്നാണ്. പിന്നെ നമ്മൾ സാധാരണ പോലെ തന്നെ ഷെയർ ചെയ്യാവുന്നതാണ്. ഈ റീൽ നമ്മുടെ പ്രൊഫൈലിൽ കിടക്കില്ലെങ്കിലും നമുക്ക് ഈ റീൽ നമുക്ക് നമ്മുടെ ഫീഡിൽ കിടക്കും. ഈ ട്രയൽ റീൽസ് എന്നതിൽ നമുക്ക് കാണാൻ പറ്റും. ഫോളോവേഴ്സ് പുറത്ത് നോക്കുന്ന ഒരാൾ കാണാൻ പറ്റില്ല. മാത്രമല്ല നമുക്ക് ആ റീൽ ഇട്ടതിൻ്റെ ഇൻസൈറ്റ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ട്രയൽ റീൽസിൽ നിന്ന് നമുക്ക് നോക്കിയെടുക്കാവുന്നതാണ്. ഇതിപ്പോൾ ജസ്റ്റ് അപ്ലോഡ് ചെയ്തേ ഉള്ളൂ. അപ്പോൾ ഫുൾ നോൺ ഫോളോവേഴ്സ് ആണ് കാണുന്നത്. അപ്പോൾ അതുപോലെ നമ്മൾ 24 മണിക്കൂറിന് ശേഷം നമുക്ക് എങ്ങനെയാണോ റീലിൻ്റെ പെർഫോമൻസ് അതിനുശേഷം നമുക്ക് ആരോഗ്യം അത് ഡിലീറ്റ് ചെയ്ത് കളയണം, അത് നമുക്കത് അപ്ലോഡ് ചെയ്യണോ, ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണോ, ഫോളോവേഴ്സിനെ വിസിബിൾ ആക്കണോ എന്നൊക്കെ നമുക്ക് ചെയ്യാം. എൻ്റെ ഒരു പേഴ്സണൽ കൺസെപ്റ്റിൽ ഈ ഒരു ട്രയൽ റീൽസ് കൂടുതലും പ്രയോജനപ്പെടുന്നത് വലിയ പേജുകൾക്കാണ്. ഇപ്പോൾ 1 ലക്ഷം 2 ലക്ഷം ഒക്കെ ഫോളോവേഴ്സുള്ള പേജുകൾക്കാണെങ്കിൽ അവരുടെ ഫോളോവേഴ്സിന് ആനുപാതികമായിട്ടുള്ള ഒരു പെർസെൻറ്റേജിനായിരിക്കും സംഗതി ആദ്യം ഷെയർ ചെയ്യും. ഇപ്പോൾ 1 ലക്ഷം ഫോളോവേഴ്സുള്ള പേജ് ആണെങ്കിൽ 10,000 പേരോളം ഇവർ ട്രയൽ റീൽസിൽ നോൺ ഫോളോവേഴ്സിന് ഈ സംഗതി റീച്ച് കിട്ടും. അതേസമയം ചെറിയ പേജുകളാണ്, ഇതേപോലെ ചെറിയ അക്കൗണ്ടുകളാണ്, ഒരു 500 ഫോളോവേഴ്സ് ഒക്കെ അക്കൗണ്ട് ആണെങ്കിൽ ഒരു 100 പേര് 150 പേരൊക്കെയാണ് ഇവർ ആദ്യം ഇത് കാണിക്കുക. പിന്നെ അവരുടെ റെസ്പോൺസ് അനുസരിച്ചിട്ടായിരിക്കും അതിൻ്റെ ഭാവി. അപ്പോൾ നമ്മൾ ചെറിയ അക്കൗണ്ടുകളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അത്ര നല്ല കണ്ടന്റ് ആണെങ്കിൽ പെട്ടെന്ന് നോൺ ഫോളോവേഴ്സിന് ക്യാച്ച് ചെയ്യുള്ളൂ, അല്ലെങ്കിൽ നമ്മുടെ അതേ ടേസ്റ്റ് അനുസരിച്ചുള്ള ആളുകളായിരിക്കും ഇത് കാണുന്നത്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ പേജുകൾക്കാണ് ഇതിനെ കുറച്ചുകൂടി ഇതിൻ്റെ ഒരു ഗുണം എടുക്കാൻ പറ്റുക. ചെറിയ ആളുകൾ ചെറിയ കണ്ടന്റുകളാണെങ്കിൽ ചെറിയൊരു ശതമാനം ആളുകൾ കാണുന്നു എന്നാണ് എൻ്റെ ഒരു അനുഭവം. അപ്പോൾ എന്തായാലും മെയിനായിട്ട് നമ്മുടെ എത്ര ട്രയലിലിട്ടാലും ഇല്ലെങ്കിലും കണ്ടന്റാണ് മെയിനായിട്ട് വരുന്നത്. നല്ല കണ്ടന്റ് ആണെങ്കിൽ നമുക്കൊരു ബൂസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഗതി തന്നെയാണ് ട്രയൽ റീൽസ്.